കരിമ്പംതോട്ടിലെ തടയണ നവീകരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് ശുഭകരമായ അന്ത്യം. കരാറുകാരന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയെ തുടർന്ന് പാതി വഴിയിൽ നിലച്ചുപോയ ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്നത് നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് പൂർത്തിയായി. ഷട്ടർ സ്ഥാപിക്കുന്നത് വൈകിയതോടെ നാട്ടുകാർ നേരിട്ടിറങ്ങി മണൽ ചാകിൽ നിരത്തെ തടയണയൊരുക്കിയിരുന്നു. കരിമ്പംതോട്ടിലെ തടയണ നവീകരണം പൂർത്തിയാകാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ അനുഭവിച്ച ദുരിതങ്ങൾക്കാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. 2022 14 ലക്ഷം രൂപ ചെലവിൽ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ കരാറുകാരന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയെ തുടർന്ന് നീണ്ടുപോവുകയായിരുന്നു. കരിങ്കൽ ഭിത്തിയുടെ നിർമ്മാണവും കോൺക്രീറ്റ് മിനുക്കുപണികളും നേരത്തെ തന്നെ പൂർത്തിയായെങ്കിലും തടയണയുടെ ഹൃദയഭാഗത്ത് ആധുനിക ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കാൻ കരാറുകാരൻ തയ്യാറാകാതിരുന്നതാണ് അനിശ്ചിതത്വത്തിന് കാരണമായത്. പ്രവൃത്തിയുടെ ഭാഗമായി കഴിഞ്ഞ വേനൽക്കാലം തടയണ നിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ വർഷവും തടയണ കെട്ടിയില്ലെങ്കിൽ കൃഷിയും കുടിവെള്ളവും വഴിമുട്ടുമെന്ന ഘട്ടത്തിൽ അധികൃതരെ കാത്തുനിൽക്കാതെ നാട്ടുകാർ തന്നെ നേരിട്ടിറങ്ങി ജലക്ഷാമത്തെ പ്രതിരോധിച്ചത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നാട്ടുകാരുടെ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ കരാറുകാരൻ ഷട്ടറുകൾ എത്തിച്ച് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ആധുനിക ഫൈബർ ഷട്ടറുകൾ വന്നതോടെ പഴയതുപോലെ കഠിനമായ അധ്വാനമില്ലാതെ തന്നെ വേഗത്തിൽ വെള്ളം സംഭരിക്കാൻ സാധിക്കും. ഒട്ടും ജലം നഷ്ടപ്പെടാതെ സംഭരിക്കാമെന്നത് വരാനിരിക്കുന്ന വേനൽക്കാലത്ത് കരിമ്പത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം പകരും. നമ്മുടെ ഈ തടയണ ഇട്ടിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ ഈ വെള്ളം സംഭരിക്കും. നമ്മൾ ഈ ഇടാൻ അല്പം വൈകിയാലും ഒരു 500 മീറ്റർ പരിധിയിൽ 2 കരകളിലും വെള്ളം സംഭരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ അവിടുത്തെ കിണറുകൾക്കും കൃഷിക്കും വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു ഫൈബറിൻ്റെ മറ്റേ തടയണ അതിൻ്റെ ഷീറ്റ് കൊണ്ട് ഇടുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം പഞ്ചായത്തിൻ്റെയും എല്ലാം പരിശ്രമം, അതേപോലെ മെമ്പർ അവർ എല്ലാം കൂടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പം ലാസ്റ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഇതിനിപ്പോൾ ഒരുപാട് മനുഷ്യാധ്വാനമായിരുന്നു. ഈ ചാക്ക് നിറച്ചിട്ടിടലൊക്കെ അതൊക്കെ ഒഴിഞ്ഞു കിട്ടി. ഇനിയിപ്പോൾ അത്ര വലിയ അധ്വാനമില്ല. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.